Consider a water tank shown in the figure. It has one wall at x is equal to L and can be taken to be very wide in z direction. The wall z direction. No, z direction. When filled with liquid of surface tension S and density rho, the liquid surface makes an angle theta 0. ഇതാണ് angle theta 0 കണ്ടോ. With the x-axis at x is equal to L, if y of x is the height of the surface tension, then the equation for y of x, അതായത് height of the surface എന്ന് പറയുന്നത് y of x ആണെങ്കിൽ ഇക്വേഷൻ ഓഫ് y of x കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഒരു വാട്ടർ ടാങ്ക് ആണ് ഈ തന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു വോൾ എന്ന് പറയുന്നത് കണ്ടോ എക്സ് ഇസ് ഈക്വൽ ടു എല്ലിൽ, ഇതാണ് ഒരു ഭാഗം, വോളിൻ്റെ ഒരു ഭാഗമാണ്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഒരു ലിക്വിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സർഫസ് ടെൻഷൻ എസ് എന്നും ഡെൻസിറ്റി റോ എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പം റോയും എസ്സും റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ സർഫസ് ടെൻഷൻ റിലേറ്റഡ് ആയിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നു. The liquid surface makes an angle theta 0. Theta 0 very much less than 1. Theta 0 കണ്ടോ, theta 0യുടെ പ്രത്യേകത ഇറ്റ് ഈസ് വെരി മച്ച് ലെസ് ദാൻ 1 എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ ചെറിയ ആംഗിളാണ്. If y of x is the height of the സർഫസിൻ്റെ ഹൈറ്റ് y of x ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ രണ്ട് പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒറിജിനിലാണ് ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യുന്നത്, പോയിൻ്റ് എ. ഒരു പോയിൻ്റ് നമുക്ക് ഈ ലിക്വിഡിൻ്റെ ഏതെങ്കിലും വശത്ത്, ഇവിടെ പോയിൻ്റ് ബി. ഓക്കെ, ഈ ഹൈറ്റ് നമുക്ക് എച്ച് ആയിട്ട് എടുക്കാം, ഈ ഹൈറ്റ് വൈ ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്കറിയാം ഹൊറിസോണ്ടൽ ലെവലിലെ പ്രഷർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതായത് പോയിൻ്റ് എയിലെയും പോയിൻ്റ് ബിയിലെയും പ്രഷർ സെയിം ആയിരിക്കും. അപ്പോൾ പി എ പ്രഷർ അറ്റ് പോയിൻ്റ് എ ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് പോയിൻ്റ് ബി അല്ലേ. പോയിൻ്റ് എയിലെ പ്രഷർ എന്ന് പറയുന്നത് P0 പ്ലസ് എച്ച് റോ ജി. പോയിൻ്റ് ബിയിലെ പ്രഷർ എന്ന് പറയുന്നത് കണ്ടോ ഒരു കേർവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കേർവിന് കാരണം ഈ ബിയിലൊരു കേർവ്ഡ് സർഫസ് ഇവിടെ കൂടെ ഇങ്ങനെ വന്നിട്ടൊരു കേർവായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ബിയിലൊരു കേർവുണ്ട്. അപ്പോൾ ഈ കേർവിന് കാരണം എന്താണ്? സർഫസ് ടെൻഷനാണ്. അപ്പോൾ നമുക്ക് P0 മൈനസ് SR പ്ലസ് വൈ റോ ജി. അപ്പോൾ ഈ P0 മൈനസ് SR ഇവിടുത്തെ സിലിണ്ടറിക്കൽ ആയതുകൊണ്ട് തന്നെ, ഇത് സിലിണ്ടറിക്കൽ ഷേപ്പിൽ വരുന്നത് കൊണ്ട് തന്നെ ഡെൽറ്റ പി എന്ന് പറയുന്നത് S/R ആയിട്ട് എടുക്കാം. അതുകൊണ്ടാണ് ഇവിടെ S/R വന്നത് കേട്ടോ. P0 പ്ലസ് എച്ച് റോ ജി ഈസ് ഈക്വൽ ടു P0 മൈനസ് S/R പ്ലസ് വൈ റോ ജി. ഓക്കെ, അപ്പോൾ നമുക്ക് P0 ക്യാൻസൽ ചെയ്ത് കളയാം. S ഈസ് ഈക്വൽ ടു എന്ത് വരും ഇക്വേഷൻ? റോ ജി വൈ മൈനസ് എച്ച് ഇൻറ്റു ആർ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ആർ എന്ന് പറയുന്നത് ഇതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചറാണ് ആർ. അപ്പോൾ നമ്മൾ റേഡിയസ് ഓഫ് കർവിൻ്റെ ഇക്വേഷനാണ് 1 പ്ലസ് dy by dx the whole square the whole raised to 3/2 divided by d square y by dx square. കണ്ടോ, dy by dx നമുക്ക് തന്നിട്ടുണ്ട്. dy by dx എന്ന് പറഞ്ഞാൽ tan തീറ്റയാണ്. അപ്പോൾ d square y by dx square എന്ന് പറയുമ്പോൾ d by dx of tan തീറ്റ എന്ന് പറയുന്നത് 6 സ്ക്വയർ തീറ്റ വരും. അതിൻ്റെ ഹോൾ ക്യൂബാണ് വരുന്നത്. അപ്പോൾ വളരെ ചെറുതാവും. ഇത് നമുക്ക് ഈ പാർട്ട് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ബിക്കോസ് തീറ്റ വെരി മച്ച് ലെസ് ദാൻ 1 ആയതുകൊണ്ട് തന്നെ ഈ പാർട്ട് നെഗ്ലക്റ്റ് ചെയ്ത് കളയുകയാണ് കേട്ടോ, നെഗ്ലക്റ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ ഇക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. മനസ്സിലായോ? dy by dx ദ ഹോൾ സ്ക്വയർ. പിന്നെ ക്യൂബ് എടുക്കുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആണ്. ക്യൂബ് എടുക്കുമ്പോഴത്തേക്കും ഈ വാല്യൂ വളരെ ചെറുതാവുന്നത് കൊണ്ട് ഇത് നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞിട്ട് റേഡിയസിനെ അപ്രോക്സിമേറ്റ് ചെയ്യുകയാണ്. ആർ ഈസ് ഈക്വൽ ടു 1 ബൈ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ എസ് ബിക്കംസ് S is equal to rho g y minus h into
d square y by dx square. So d square y by dx square is equal to rho g y minus h divided by s. So h approximated, h can be originalോട്ട് approximate ചെയ്യാണ് hന്റെ വാല്യൂ 0 ആയിട്ട് കൊടുത്താൽ d square y by dx square is equal to rho g y divided by s എന്ന് എഴുതാൻ പറ്റും. So d square y by dx square is equal to rho g y divided by s. Option 2 is the right answer. ഇതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്.